ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം ഇവിടെ ബീഫ് വെട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്, വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നെയ്ച്ചോറും ബീഫും വെക്കാമെന്ന് വെച്ച്. അപ്പോൾ മല്ലി പുതിന ഈ വക സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പോയി അതൊക്കെ വാങ്ങി എല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബീഫും നെയ്ച്ചോറും ആയാലോ? ആ, ഞായറാഴ്ചയല്ലേ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണ്ടേ? വേണം വേണം. അല്ലെങ്കിൽ ഒരു രസമില്ലല്ലേ? അല്ലെങ്കിൽ ഒരു രസമില്ലല്ലേ? ആ, വേണം. അപ്പോൾ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ. അപ്പോൾ ആദ്യം നെയ്ച്ചോറുണ്ടാക്കാം. അപ്പോൾ അതാ ഉരുളി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു സ്പൂൺ നെയ്യും അത് കണക്കിന് ഇത്തിരി ഓയിലും കൂടെ, സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ സ്പൈസ് പട്ട ഗ്രാമ്പൂ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ ഒരു പിടി സവാളയും ഒരു പിടി ക്യാരറ്റും ഒരു 3 പച്ചമുളകും കൂടെ വഴറ്റിയിട്ട് അതിലേക്ക് ഊറ്റി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ വെച്ച് ഇട്ടിട്ട് ആ ഒരു 10 മിനിറ്റ് എടുത്ത് ഊറ്റി വാരി വെച്ചിരുന്ന അരി ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നല്ല കണക്കൊന്ന് ഡ്രൈ ആവുന്ന വരെ ഒന്ന് നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഇത് മൊത്തം ഞാൻ 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിന് 5 ഗ്ലാസ് വെള്ളം നല്ല വെട്ടി തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അവിടെ കുറഞ്ഞ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോഴത്തേനും അത് ഒരു പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കിയാൽ മതി. പല അരിക്കും പല വേവാണല്ലോ. അപ്പോൾ അത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് സവാള വറുത്തതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സവാളയും നട്ട്സും എടുത്ത് വെച്ചേക്കുന്നത് വറുത്ത് വെച്ചേക്കുന്നത് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര എളുപ്പം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും അത് കണക്കിന് സവാള വറുത്തത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരു 2 വലിയ സ്പൂൺ നെയ്യ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് കഴുകി വാരി വെച്ചിട്ട് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മീറ്റ് മസാല അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിൻ്റെ പൊടിയാണ് കേട്ടോ, മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി ഒരു അരമണിക്കൂർ വെച്ച ശേഷം ഞാൻ അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അധികം വാങ്ങിയിട്ടില്ല. ഒരു 1/2 കിലോളം ബീഫേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഇതൊരു വലിയ ഒരു കപ്പ് നിറച്ച് കൊച്ചുള്ളി ഒരു 2 വിസിലിനിത് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്ത കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മളിതാ കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മളിതാ കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു വലിയ 2 കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ ബീഫ് കറി വെക്കാൻ പോണത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചട്ടി ചൂടായപ്പോഴത്തേനും സവാളയും പച്ചമുളകും എണ്ണ ചൂടായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നല്ല കണക്കൊന്ന് മൊരിഞ്ഞ് വരണം. അത് മൊരിഞ്ഞ് വരുന്ന പാകത്തിന് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ അത് നല്ല കണക്കൊന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ചട്ടി ഇത് ഞാൻ ഇത്തിരി പിന്നെ അച്ചാറിട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ പുള്ളി വീണ് പോയി ചട്ടി. അതാണ് പാടുപോലെ കാണുന്നത്, നല്ല അഴുക്കൊന്നുമല്ല കേട്ടോ. എന്നിട്ടൊരു വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഇരിക്കുന്നത് ഇനി ഒരു 2 വിസിൽ ലോ ഫ്ലെയിമിലിട്ട് 2 വിസിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് നേരം അങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ, വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ സ്പൂണാണ് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി എടുക്കുന്നുണ്ട്. നല്ല കണക്കൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സൈഡിലോട്ട് അത് മാറ്റി വെച്ചിട്ട് ഒരു വലിയ 3 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു വലിയ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ അരപ്പ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നീക്കി വെച്ചിരിക്കുന്ന മറ്റേ ചേരുവകളും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ബീഫും പിന്നെ കിഴങ്ങും എല്ലാം വെന്തിട്ടുണ്ട്, ഉള്ളിയും നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് തട്ടി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റായിരുന്നു വേണ്ടത്. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ തന്നെ ഇത് ഓഫ് ചെയ്യുകയൊന്നും ചെയ്യില്ല. തേങ്ങാപ്പാലൊന്ന് വറ്റി നല്ല കണക്ക് കുറുകി വരണം. ഈ ബീഫ് കറി വെക്കുമ്പോൾ അതാണ് ഒരു ടേസ്റ്റ്. തേങ്ങാപ്പാൽ നല്ല കണക്കൊന്ന് വെന്ത് ഇതിൽ ഇറച്ചിയിലൊന്ന് പിടിക്കണം. പിന്നെ അതേ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ തവണയും പറയണൊക്കെ ലാസ്റ്റ് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വേവട്ടെ. അപ്പോഴത്തേനും ഇതെല്ലാം നമ്മൾ കഷ്ണങ്ങളിലെല്ലാം അരപ്പും എല്ലാം യോജിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും എല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള കറി റെഡിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ.
ഇതിൽ മല്ലിയില മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ട് കറിവേപ്പില ഇട്ടില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കുറുകിയ നല്ല കിഡിലൻ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട ബീഫ് കറി റെഡിയാണ്. അപ്പോൾ അതാ നെയ്ച്ചോറും സാലഡും നാരങ്ങാച്ചാറും പപ്പടവും അതുപോലെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച അടിപൊളി ബീഫ് കറിയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാവരോടും ബൈ പറയണത് ഞാനല്ല കേട്ടോ, അമ്മാമ്മയാണ്. അപ്പോൾ ഇന്ന് അമ്മ തുടക്കം പറഞ്ഞു, ഇന്ന് അമ്മാമ്മ പറയണു. ടാറ്റാ.